ഹലോ, സുഖമല്ലേ എല്ലാവർക്കും. ഞാൻ നാളത്തേക്കുള്ള ഇഡ്ഡലിക്ക് വേണ്ടി മാവരയ്ക്കാൻ വന്ന ഞാൻ എന്തോ ചെയ്യാൻ പോകുന്നു ഗൈസ്. കാരണം എന്നാണെന്നറിയാവോ, ഈ ഉഴുന്നിട്ടത് കൂടിപ്പോയി. അപ്പം ഞാൻ ഉഴുന്നവിടേക്ക് മാറ്റാമെന്ന് വിചാരിച്ചപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് ഉഴുന്ന് കഞ്ഞി. കാരണം ഇപ്പോൾ നല്ല പനി പിടിച്ച് നടുവേദനയും ചുമയും ഒക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഈ ഉഴുന്ന് കഞ്ഞി വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. ഇത് കഴിച്ചിട്ടുള്ളവരൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ എവിടെ നിന്നാണ് കഴിച്ചതെന്നും കൂടെ പറയണേ. വേറെ സിമ്പിളാട്ടോ. നമ്മൾ ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര നന്നായിട്ട് പാനി കാച്ചിട്ട് അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കൈയെടുക്കരുതേ, കൈയെടുത്ത് കഴിഞ്ഞാൽ കട്ടയായി പോട്ടോ. അതുകൊണ്ടാണ് കൈയെടുക്കരുതെന്ന് പറയുന്നത്. കൈയെടുക്കാതെ ഇളക്കിയിട്ട് ആ സമയം കൊണ്ട് പെട്ടെന്ന് ഞാൻ തേങ്ങയും കൂടെ ചിരകി വെച്ചിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയിടുകയാണെങ്കിൽ ആ തേങ്ങയുടെ ചാറൊക്കെ ഇട്ട് കുറച്ചും കൂടെ ആ തേങ്ങയുടെ പാലിറങ്ങുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ഈ ഒരു സാധനത്തിന് ഉഴുന്നങ്കഞ്ഞിക്ക് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാകും. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ മസ്റ്റായിട്ടും ചേർക്കേണ്ട 2 ഐറ്റം ഏലക്കയും ചുക്കും കൂടെ പൊടിച്ചതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചുക്കും ഏലക്കയും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിടണം. അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം ഇതൊരു പ്ലാൻ ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ട് ചുക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ചുക്കും ഏലക്കയും കൂടെ ചൂടാക്കി പൊടിച്ച് വേണം ചേർക്കാൻ. എന്നിട്ടൊരു 2 മിനിറ്റ് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് ആ ഒരു ചൂട് കയറി ആ ഏലക്കയുടെ മണമൊക്കെ നമുക്കങ്ങനെ പുറത്ത് വരൂലേ, ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്യുക. ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അടുക്കളയിലോട്ട് ഓടി വന്നു, അമ്മ ഈ സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഷെയർ. ഞാൻ പറഞ്ഞു, നിനക്ക് വേണ്ടി അമ്മ ഒരു സൂത്രം ഉണ്ടാക്കുകയാണ്. ഇത് കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ കുടിക്കാൻ ഏറ്റവും നല്ലതാട്ടോ. ഒരു നുള്ള ഉപ്പും കൂടി ഇടുമ്പോൾ നമ്മുടെ ആ ഒരു മധുരമൊക്കെ ബാലൻസിങ് ആയിട്ട് വരും. അപ്പോൾ ഞാനൊന്ന് മധുരം നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതാട്ടോ. മധുരം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശർക്കര നമുക്ക് ചേർക്കാം കേട്ടോ. നല്ല ശർക്കര ആയതുകൊണ്ട് അത് പാനി കാച്ചിട്ട് അരിച്ചെടുക്കേണ്ട ഇതൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് എനിക്കിത് ചെയ്യാനും പറ്റി. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഉഴുന്ന് കുറച്ച് ഒരു കൈപ്പിടി ഉഴുന്നെടുത്തിട്ട് അത് നനയാനിട്ട് അരച്ച് ഇതുപോലെ ശർക്കര പാനി കാച്ചി ഒരു 2-3 മിനിറ്റ്, എനിക്ക് തോന്നുന്നു അത്രയും ഇതേ ഉള്ളൂ ഉഴുന്ന് അതൊരു വരുന്ന സമയം വരെ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം. വളരെ നല്ലൊരു സാധനമാണ്. അപ്പോൾ പനിയും ചുമയും ഒക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത്, നടുവേനൊക്കെ ആയിട്ടിരിക്കുന്ന ക്ഷീണമൊക്കെ ഉള്ള സമയത്ത് ഇത് ചെയ്ത് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കർക്കിടക മാസത്തിൽ എന്തായാലും ഇത് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എപ്പോൾ വേണേലും ചെയ്യാം, ആർക്ക് വേണേലും കുടിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഉഴുന്ന് കഞ്ഞി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്ത് നോക്കുക. പണ്ട് എപ്പോഴും എൻ്റെ വീട്ടിലിത് ചെയ്തു തരുമായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് ഞാനിത് ചെയ്ത്. ഇത് കണ്ട നല്ല കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഞാൻ കുടിക്കാൻ കുറച്ചെടുത്തു. നാളെ രാവിലെ ഇനി വെറും വയറ്റിൽ കുടിക്കണം. അതാണ് ഇതിൻ്റെ യഥാർത്ഥ ഒരു ഇത് കാണാൻ പറ്റുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബും കൂടെ ചെയ്യണേ. എന്നാൽ പോയി വരാം. ബൈ.